ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ സംശയം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി. മുൻ വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. വിശദീകരണം നൽകാൻ ശ്രമിച്ചിട്ടും പിണറായി വഴങ്ങിയില്ല. ഇപ്പോൾ ഇങ്ങനെ തുടരട്ടെയെന്നും NCP നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. AK ശശീന്ദ്രനും PC ചാക്കോയും തോമസ് കെ തോമസും ചർച്ചയിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നല്ലോ വൈകുന്നേരം. ലക്ഷ്മി, നിലവിലത്തെ സാഹചര്യത്തിൽ NCPയുടെ മന്ത്രിയെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ NCP നേതൃത്വത്തിനിടയിൽ ഉണ്ടായിരുന്നു. അതായത് NCP ദേശീയ അധ്യക്ഷൻ തന്നെ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന പാർട്ടി യോഗത്തിൽ ശശീന്ദ്രൻ മാറട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് ശരത് പവാറിനെ അടക്കം കൺവിൻസ് ചെയ്യുന്നതിന് PC ചാക്കോയ്ക്ക് കഴിഞ്ഞു. തോമസ് കെ തോമസും ഇതിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളൊരു ക്ലോസ് വെച്ചായിരുന്നു ഈ ശരത് പവാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാട്, അതായത് PC ചാക്കോയെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ AK ശശീന്ദ്രനെ മാറ്റുമെന്ന ആ നിലപാട് പരസ്യമായി PC ചാക്കോ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, തൽക്കാലം ശശീന്ദ്രൻ തുടരട്ടെ, ഉടനടി ഇങ്ങനൊരു തീരുമാനം ആവശ്യമില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ശശീന്ദ്രൻ മാറിയാൽ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ട തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. അതായത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള മുൻ വിവാദങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ നിലപാട്. ഈ വിഷയത്തിൽ തന്നെ ഈ തോമസ് കെ തോമസ് വിശദീകരണത്തിന് തയ്യാറായെങ്കിലും മുഖ്യമന്ത്രി ഒന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ അതിന് കേൾക്കാനുള്ള ഒരു സമയം നൽകിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 20 മിനിറ്റ് മാത്രം നീണ്ട ആ യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിലവിലത്തെ സാഹചര്യം, മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ അത് NCP ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് PC ചാക്കോ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശശീന്ദ്രന് ഒരു വിജയം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. മുൻപ് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം പല വിവാദങ്ങളിലും AK ശശീന്ദ്രനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചിരുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തിലും ആ നിലപാട് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ആവശ്യം ശക്തമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഉന്നയിക്കാൻ NCP നേതൃത്വം ഉന്നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രി സമാനമായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയും ശശീന്ദ്രനെ സംരക്ഷിച്ച് തന്നെയാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതും NCP പോലൊരു ഘടകകക്ഷിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലെടുത്ത തീരുമാനം, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലപാടിനെ മുഖ്യമന്ത്രിയുടെ ഒറ്റ നിർദ്ദേശം കൊണ്ട് അപ്രസക്തമാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി, കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷ്മി, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.